പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല കളറായിട്ട്. അങ്ങനെയല്ല, നമ്മള് എടുത്ത ഗ്രേപ്സ് ആണ്. അടിപൊളി. അവരിങ്ങനെ കൊല പറിച്ച് വന്നേക്കും അത് ഞാനായിട്ട്. ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല, ഇന്ന് നമ്മളൊരു വീലോഗാണ് പ്ലാൻ ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു somewhere near Nandi Hills. So it's about like an hour drive from our place. So അവിടെ ഗ്രേപ്പ് കൾട്ടിവേഷൻ ഉണ്ട്. സോ നമുക്ക് അവിടെ പരിചയമുള്ള ഒരാളുണ്ട്. സോ എവറി സമ്മർ, ലൈക്ക് ഇപ്പം ഏപ്രിലാണ്, സോ എവറി സമ്മർ വി ഗോ ദർ. ആള് കുറേ വെറൈറ്റി ഒക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആള് കുറേ ഗ്രേപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും പോയി ആളെ വിളിച്ചിട്ട് നമ്മൾ പോയി കുറേ ഗ്രേപ്സ് വാങ്ങിക്കാറുണ്ട്. സോ വി തോട്ട് വിൽ cover a vlog on that and show you guys. So let's go. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഓൾമോസ്റ്റ് എയർപോർട്ട് റോഡ് എത്താറായി. ഇത് ഇവിടുത്തെ BSFന്റെ ക്യാമ്പസ് ആണ്. ഇതാണ് നമ്മുടെ എയർഫോഴ്സിന്റെ ക്യാമ്പസ്. ഇവിടെ വെച്ചാണ് എയർ ഷോ നടക്കുന്നത്. എയർഫോഴ്സ് സ്റ്റേഷന്റെ ലാക്ക. ഇവിടെ റൈറ്റിൽ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള മെട്രോ കൺസ്ട്രക്ഷൻ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഇത് ഹെബാലിയിൽ നിന്ന് ദേവനഹള്ളി വരെ കണക്ട് ആവും. നമ്മൾ ചിലപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ ഒരു നൈറ്റ് ഡ്രൈവിന് വരാറുണ്ട്. ചിലപ്പം രാത്രി ഒരു 8 o'clock അങ്ങനെയൊക്കെ ഇറങ്ങി ഡ്രൈവിന് ഇറങ്ങി ചിലപ്പോൾ എയർപോർട്ടിൽ പോയി അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് അവിടെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരും. നല്ലൊരു വൈബാണ്. എയർപോർട്ടിലോട്ട് പോകാനുള്ള ടോൾ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് ഒരു ഡീവിയേഷൻ ഉണ്ട്, അതെടുത്ത് പോകണം. നമ്മൾ സ്ട്രെയിറ്റ് ആ പോകുന്നത് നന്ദി ഹിൽസ്. ലെഫ്റ്റിൽ കാണുന്ന ഫ്ലൈ ഓവർ ആണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മള് നന്ദി ഹിൽസിന്റെ ജംഗ്ഷൻ എടുത്തിട്ടുണ്ട്. നന്ദി ഹിൽസ് ഇവിടുന്ന് ഇപ്പം ലെഫ്റ്റ് ഡീവിയേറ്റ് ചെയ്യാണ് നന്ദി ഹിൽസിലോട്ട് പോകാൻ. ഇവിടെ ഒരു ഫേമസ് റെസ്റ്റോറന്റ് ഉണ്ട്, നന്ദി ഉപ്പച്ചാർ. ഇറ്റ്സ് എ വെജ് റെസ്റ്റോറന്റ്. ഫുഡ് നല്ലതാണെന്ന് കേട്ടിട്ടുള്ളത്. നമ്മൾക്ക് ഇതുവരെ ട്രൈ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ബട്ട് ഐ ഹേർഡ് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇത് ടേക്കൻ ദ ലെഫ്റ്റ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടുവേർഡ്സ് നന്ദി ഹിൽസ്. ഇനി ഒരു 10 മിനിറ്റില് നമ്മള് നമ്മുടെ സ്പോട്ടിലെത്തും. ആളവിടെ കാണുമെന്നാ പറഞ്ഞത്. ആളെ പോയി ഒന്ന് കണ്ട് വന്ന് മീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഗ്രേപ്സ് പ്ലക്ക് ചെയ്യാം. നേരെ മുമ്പിൽ കാണുന്നതാണ് നന്ദി ഹിൽസ്.
നമ്മൾ നന്ദി ഹിൽസ് റോഡിൽ നിന്ന് ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ എടുത്തപ്പോൾ അകത്തോട്ട് പോവാണ്. വന്ന വഴി വേറൊരു ഗ്രേപ്പ് ഫാമിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. ഗ്രേപ്പ് ഫാമിന്റെ സൈസ് കണ്ടോ, എത്ര വലുതാണ്. ഫുൾ എന്റെ ബാക്കിലോട്ട് നോക്കിയാൽ അങ്ങ് വരെ ഉണ്ട് കാണാൻ. നല്ല രസമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതും സീഡ്ലെസ് ആണ്, നല്ല വലിയ കൊലയാണ്. പക്ഷെ അവർ പറഞ്ഞ ഒരു ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 1.5 kg ഇത് 1.5 കിലോ വരും ഈ കൊല. നമുക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഇനിയും കളറായി വരുന്നതാണ്. ചിലതൊക്കെ നല്ല കളറുണ്ട്, ചിലത് ഇനിയും പച്ചയാണ്. ഓണർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ആള് അവരെ വർക്കേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവരൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു കളറുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞത് ഇത് പ്ലക്ക് ചെയ്യാനില്ല, പക്ഷെ ഓപ്പോസിറ്റ് അവിടെ കുറച്ച് ശരത് ഗ്രേപ്സ് ബാക്കിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് നമുക്ക് തരാന്ന് പറഞ്ഞു. ഇതിനിയും ഒരു 1 week ടൈം ആവും, അത് കഴിഞ്ഞിട്ട് പ്ലക്ക് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു നല്ലൊരു ബഞ്ച് ഉണ്ട്, വേണ്ട നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഫ്രഷ് ആണ് സാധനം. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഗ്രേപ്പ് ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കാം. വെള്ളം ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ളം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ഡ്രിപ്പായി റൂട്ടിലൊക്കെ നല്ലപോലെ ചെല്ലും. നല്ല അടിപൊളി ഗ്രേപ്സ്. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഓ, ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും മധുരം ആയിട്ടില്ല, പുളിയൊന്നും. അപ്പൊ ಹಾಕಿದ್ದು ನೀವು ಡಿಸೆಂಬರ್ 4 ತಿಂಗಳಲ್ಲಿ ಎಷ್ಟು ದೊಡ್ಡ ಆಗೋಗುತ್ತಾ? 130 days ಕಟ್ ಮಾಡ್ಬೋದು. ಕಟ್ ಮಾಡ್ಮೇಲೆ ನೀವು ಇನ್ನು ಪ್ರೂನ್ ಮಾಡ್ತೀರಾ? ಪ್ರೂನ್ ಆದ್ಮೇಲೆ ನೆಕ್ಸ್ಟ್ ಇದಾಗಕ್ಕೆ ಎಷ್ಟು ತಿಂಗಳಾಗುತ್ತೆ? ಅದು 1.5 ತಿಂಗಳು. 1.5 ತಿಂಗಳು. ವರ್ಷದಲ್ಲಿ ಎಷ್ಟು ಸತಿ ಹಾಕ್ತೀರಾ? ಒಂದೇ ಸತಿ. ಓಕೆ. ಮತ್ತೆ ಸತಿ ಸ್ಕಿನ್ ಮಾಡ್ಕೋಬೇಕು. ಏನು? ಹೊಸದಾಗಿ ಕಡ್ಡಿ ಮಾಡ್ಕೋಬೇಕು. ಅದು ಸ್ಕಿನ್ ಪೀಲ್ ಮಾಡ್ತೀರಾ? ಅದು ಹಣ್ಣು ಹೋದ್ಮೇಲೆ ಇಲ್ಲಿ ಕಟಿಂಗ್ ಹಾಕಿರ್ತೀವಿ. ಎಲ್ಲ ಕಟ್ ಮಾಡ್ತೀರಾ? ಎಲ್ಲ ಕಟ್ ಮಾಡಿಬಿಟ್ಟು ಮತ್ತೆ ಹೊಸದಾಗಿ ಬರುತ್ತೆ.
അവർ പറഞ്ഞത് ഇത് കൃഷ്ണ, പിന്നെ അപ്പുറത്തൊരു ഗ്രീൻ വെറൈറ്റി ഉണ്ട്, അത് സൊനാക്ക. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡിസംബറിലാണ് പിടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ മാർച്ച് ആയപ്പോൾ ഏപ്രിൽ ആയപ്പോൾ കട്ട് ചെയ്യാനായി. അത് കഴിഞ്ഞിട്ട് അവർ പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്തിട്ട് ഒരു 1.5 മാസം 1.5 months ആകുമ്പോഴത്തേക്ക് പിന്നെ ഇത് പൊട്ടിക്കിളിക്കും. അവരവിടെ എല്ലായിടത്തും കട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ശരത് ഗ്രേപ്സ്. ഇത് ഓൾറെഡി അവർ കുറച്ച് പിച്ചി കഴിഞ്ഞു. അവർ പറഞ്ഞു ഇതിൽ നിന്ന് തരാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നല്ല മധുരമാണ്. ഇതിപ്പം സൊനാക്ക, അതാണ് വെറൈറ്റി. ഗ്രീൻ ഗ്രേപ്സ്, സീഡ്ലെസ്. കേട്ടെ ബ്ലൂപ്പർ. യെസ്, അവരിങ്ങനെ കൊല പറിച്ചത്തേക്കും എത്തിക്കാനായിട്ട്. അടിപൊളി. So this is the Sonaka variety, the green seedless one, and then here they have Krishna, which is the red one. So it will take under like 1 week for it to, completely ripen up. Now he said he will take us to place where there is globe grapes. So let's see if it's there. So ഇതാണ് ഇവര് പറഞ്ഞ ഗ്ലോബ് ഗ്രേപ്സ്, അല്ലെങ്കിൽ ബോൾ ഗ്രേപ്സ്. റെഡ് ഗ്ലോബ് ഗ്രേപ്സ്. ഇതിനി ആവണം. മേഡം അപ്പോൾ ഫൈനലി നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. വെരി നൈസ്. ഇത് ഇനിയും വലുതാകാനുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഫേം ആയിട്ടുണ്ട്, നല്ല തിക്ക്. അങ്ങനെയല്ല, നമ്മള് എടുത്ത ഗ്രേപ്സ് ആണിത്. ശരത് ഗ്രേപ്സ്, നല്ല തിക്ക് ബഞ്ചാണ്. ഇനി എന്താ ചെയ്യാ, നമ്മൾക്ക് കുറച്ച് കൊണ്ടുപോയിട്ട് വൈൻ ഉണ്ടാക്കാം. വൈൻ ഉണ്ടാക്കി കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. അങ്ങനെ അവര് വന്നിട്ട് ബാഗില് ആക്കി തന്നു നമ്മുടെ സൊനാക്കായും കൃഷ്ണയൊക്കെ. ഇനി തിരിച്ചു പോവാൻ പോവാ. അങ്ങനെ നമ്മള് ഗ്രേപ്സ് ഒക്കെ പാക്ക് ചെയ്തു, ബാഗിലാക്കി കാറിൽ വെച്ചു. ഇനി അടുത്ത അവർ പറഞ്ഞു ഒരു ആഫ്റ്റർ 2 months ഗ്ലോബ് ഗ്രേപ്സ് ശരിയാവും. സോ ഇറ്റ്സ് സംവെയർ down the road. So 2 months കഴിഞ്ഞിട്ട് വന്നാൽ we can have globe grapes. I hope you like this video. If you have any experience visiting grape farm, so do let me know in the comments below. And if you have liked this video, do share, like and subscribe.
വാച്ചിങ്.